गुड मॉर्निंग चिल्ड्रन। आज हमें एक नया पाठ पढ़ना चाहिए। पाठ का नाम है एवरेस्ट मेरी शिखर यात्रा। लेसन 3 बचेंद्र पाल द्वारा रचित एवरेस्ट मेरी शिखर यात्रा नामक यात्रा वृत्त का सारांश। ബച്ചേന്ദ്ര പാൽ എവറസ്റ്റിൽ ആദ്യമായിട്ട് പോയ വനിതയാണ്. അവർ പോയിട്ടുള്ള അനുഭവങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. बचेंद्र पाल एवरेस्ट के शिखर पर पहुंचने वाली प्रथम ഭാരതീയ महिला है. എവറസ്റ്റ് പോയിട്ടുള്ള ആദ്യത്തെ ഭാരതീയ വനിതയാണ് बचेंद्र पाल. उन्होंने इस पाठ में उन्होंने एवरेस्ट की चोटी पर पहुंचने का रोमांचकारी वर्णन किया है. അവർക്ക് അനുഭവപ്പെട്ട അവരുടെ അനുഭവങ്ങളാണ് ഇവിടെ വർണ്ണിച്ചത്. എവറസ്റ്റ് അഭിയാൻ കി ചുനൗത്തിയാം, ഒരു കൂട്ടം ആൾക്കാരാണ്. അഭിയാൻ എന്ന് പറഞ്ഞാൽ സംഘടിത ഒരു സംഘം ആൾക്കാരാണ് പോയത്. 7 മാർച്ച് 1984 को एवरेस्ट अभियान दल दिल्ली से काठमांडू के लिए चला. 1984 മാർച്ച് 7 എവറസ്റ്റിലേക്ക് ഒരു കൂട്ടം ആൾക്കാർ ദില്ലിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് പുറപ്പെട്ടു. उनसे पहले हिमपात के रास्ते को साफ करके बेस कैंप बनाने के लिए एक अग्रिम दल रवाना हो चुका था. അതിനു മുമ്പ് അവിടെ ക്യാമ്പ് അതൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ മുന്നേ പോയിരുന്നു. ലേഖിക ने नमच्चे बाजार पहुँच कर एवरेस्ट को निहारा. ലേഖിക ഈ നമച്ചെ ബാസാർ എന്നുള്ള അവിടെ എത്തിയിട്ട് എവറസ്റ്റിനെ നോക്കി. ഈ സ്ഥാൻ കോ സാഗർ മാതാ കി ബി കഹത്തെ ഹെ, ഈ സ്ഥലത്തെ സാഗർ മാത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അധികത്തർ ഷെർപ്പ യഹി രഹത്തെ ഹെ. ലേഖിക ने एवरेस्ट पर एक बड़ा भारी बर्फ का फूल देखा. ലേഖിക എവറസ്റ്റിൽ ഒരു വലിയ ബടാ ഭാരി ബർഫ്, വലിയൊരു മഞ്ഞ് കട്ട അങ്ങനെ കണ്ടു. അതൊരു പൂ പോലെയുണ്ട്. पता चला कि जब पर्वत शिखर पर 150 किलोमीटर से अधिक की गति से हवाएं चलती है. 150 കിലോമീറ്റർ അധിക വേഗതയിൽ കാറ്റിൻ്റെ ഗതിയിൽ ഇത് അടർന്നു വീഴുന്നതാണ്. സൂക്കി ബർഫ് കെ ഉടനെ സെ യെ ഫൂൽസ, അങ്ങനെ വരുന്ന ഈ ഹിമക്കട്ടകളാണ് ഒരു പൂ പോലെ തോന്നുന്നത്. ബർഫ് കാ യെ ധ്വജ് 10 കിലോമീറ്റർ സെ ബി ലംബാ ഹോ സക്താ ഹെ. शिखर पर चढ़ने वालों को इन चुनौतियों का सामना करना पड़ता है. ഈ എവറസ്റ്റിൽ കയറുന്ന അവർക്കൊക്കെ ഇങ്ങനെയുള്ള വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരും. ലേഖിക കോ ഡർ ലഗ, ലേഖികയ്ക്ക് ഭയങ്കര പേടിയായി. കിന്തു ഫിർ ബി വ ചുനൗത്തി കാ സാമന കർണ ചാഹത്തി തി, എന്തായാലും ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായി. കുലി और रसोई की मृत्यु. 26 मार्च को अभियान दल പാരീസ് പहुंचा तो समाचार मिला. അങ്ങനെ 26 മാർച്ചിനാണ് ഇവർ പാരീസ് എന്നുള്ള സ്ഥലത്തെത്തി. समाचार मिला. कुंभू हिमपात पर जाने वाले 16 शेर्पा कुलियों में से बर्फ खिसकने के कारण एक शेर्पा की मौत हो गई. ഇവരുടെ കൂടെ ഷെർപ്പ കൂലികൾ അവരും പോയിട്ടുണ്ട്, 16 ആൾക്കാർ. അത് മഞ്ഞ് ഇങ്ങനെ കിസക്നേക്കെ കാരൻ, വഴുതിയ അതിൻ്റെ മുകളിലൊക്കെ കയറുമ്പോൾ ഇങ്ങനെ വഴുതും. അങ്ങനെ ആ കാരണം ഏക് ഷെർപ്പാക്കി മൗത്ത് ഹോ ഗയി, ഒരു ഷെർപ്പ കൂലിയുടെ മരണം ഉണ്ടായി. 4 ഗായൽ ഹോ ഗയി, 4 പേർക്ക് മുറിവേറ്റു. അഭിയാൻ ദൽ കെ നേത, ഈ ഇവരുടെ ആ സംഘത്തിൻ്റെ നേതാവാണ് കേണൽ ഗുല്ലർ. ने बताया, അദ്ദേഹം പറഞ്ഞു, एवरेस्ट जैसे महान अभियान में खतरों और मृत्यु को सहज रूप से स्वीकार करना पड़ता है. എവറസ്റ്റ് എന്നുള്ള പോലെയുള്ള ഭയങ്കരമായ ഈ യാത്രയിൽ അപകടങ്ങളും മരണവും സാധാരണ ഗതിയിലുണ്ടാവുന്നതാണെന്ന്. തബി ഉപനേത, അപ്പോൾ ഈ സംഘത്തിൻ്റെ നേതാവ് കേണൽ ഗുല്ലറാണ്. ഉപനേതാവ് പ്രേംചന്ദ്. ഉപനേതാ പ്രേംചന്ദിനെ ആക്കർ ബത്തായ കി കുംഭു ഹിമപാത് കാ രാസ്ത സാഫ് കർ ദിയാ ഗയാ ഹെ. കുംഭു ഹിമപാത് മഞ്ഞ് ഉള്ള ആ കുംഭു എന്നുള്ള സ്ഥലത്തേക്കുള്ള വഴികളൊക്കെ ക്ലീനാക്കണം എന്ന് പറഞ്ഞു. വഴി ഇങ്ങനെ കട്ട് ചെയ്തിട്ട്. രാസ്തേ മേ പുൽ
കർണ പടുത്താ ഹെ പോകുന്ന വഴി. ആ പുൾ എന്ന് പറഞ്ഞാൽ ഒരു പാലം, ബ്രിഡ്ജ് പോലെ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന്. പുൾ രസിയോം തഥാ ജണ്ടിയോം ബി ലഗാ ദി ഗയി ഹെ. അങ്ങനെ കയറുകളും ഇങ്ങനെ കൊടികളും, കൊടി ഫ്ലാഗ് അങ്ങനത്തേതൊക്കെ വെച്ചിട്ടാണ് അടയാളങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുന്നത്. പരന്തു യദി ഹിമപാത് ഹോത്താ രഹാ തോ യ കാം ദബാര കർണ പട് സക്താ ഹെ. മഞ്ഞുമലയിൽ ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇതായിട്ടാണ്, കട്ട് ചെയ്തിട്ടാണ് ആ വഴികൾ, അവിടെ അടയാളങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ ചെറിയ കൊടികൾ ഇങ്ങനെയൊക്കെ നാട്ടുന്നത്. അങ്ങനെ ഈ ഹിമപാത് പിന്നെയും ഇടിഞ്ഞ് വീഴുമ്പോൾ ഇവർക്ക് ഈ വഴികൾ പിന്നെയും നന്നാക്കിയിട്ട് എടുക്കണം, പിന്നെയും വഴി ശരിയാക്കി കൊണ്ടുവരണം. ബസ് ക്യാമ്പ് പहुंचकर समाचार मिला कि प्रतिकूल जलवायु के कारण एक रसोई. ഈ കാലാവസ്ഥ അനുയോജ്യമല്ലാത്തതുകൊണ്ട് വീണ്ടും ഒരു രസോയി സഹായിക്ക്, ഇവർക്ക് കിച്ചണിലൊക്കെ സഹായിക്കുന്ന ആളുണ്ട്, അവരും മരിച്ചു എന്ന്. ഇനി 7,900 മീറ്റർ ഊഞ്ചായി തക്ക് പहुंचना. അത്രയും ദൂരത്താണ് ഇനി എത്തിയത്. ലേഖികാനെ എവറസ്റ്റ് കോ പഹലി ബാർ ഇത്തനി നികട്ട് സേ ദേഖ. ലേഖിക എവറസ്റ്റിനെ തൊട്ടടുത്ത് നിന്ന് ഇങ്ങനെ കണ്ടു. ഉസ്നെ പഹാഡിയോം സെ ഗിരി ടേഡി മേടി ബർഫീലി നദി കോ ബി നിഹാര. പർവ്വതത്തിലെ വളഞ്ഞ് പൊളഞ്ഞിങ്ങനെ പോകുന്ന ബർഫീലി നദി, മഞ്ഞിൻ്റെ നദി എന്ന് പറഞ്ഞാൽ മഞ്ഞിങ്ങനെ ഒഴുകിപ്പോകുന്നത്, അത് അങ്ങനെ കണ്ടു. പിന്നെ ഉസേ പതാ ചലാ കി ഹിമപാത് കെ കാരൺ കബി കബി ബർഫ് കി ചട്ടാനെ തൽക്ക ഗിർ ജായ. ഹിമപാത് മഞ്ഞിടിച്ചിൽ, മഞ്ഞിങ്ങനെ ഇടിഞ്ഞു വീഴുന്ന കാരണം പിന്നെ അത് ബർഫ് കി ചട്ടാനെ, മഞ്ഞിൻ്റെ മലകൾ ഇങ്ങനെ വീഴുകയാണ് നിലത്തേക്ക്. और धरती पर दरार पड़ जाती है. അങ്ങനെ വീഴുമ്പോൾ ഭൂമിയിൽ വിള്ളലുകളൊക്കെ ഉണ്ടാവും, ദരാർ, ക്രാക്ക്. उसे पता चला कि पूरी यात्रा में हिमपात रोज ही उसे तथा अन्य 1 दर्जन आरोहियों को छूता रहेगा. അവർക്ക് മനസ്സിലായി ഈ യാത്രയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. ഡെയിലി 1 ദർജൻ ആരോഹിയോങ്കോ, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ സാധാരണയാണെന്ന് കണ്ടു. അകലെ ദിൻ ഡോക്ടർ മീനു മെഹദാനെ. പിറ്റേ ദിവസം ഡോക്ടർ മീനു മെഹദ, ഇതൊക്കെ അവരുടെ കൂടെ പോയ ആൾക്കാരാണ്. പിന്നെ അലൂമിനിയം സീഡിയം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പുകൾ, CD ലാഡർ എന്നൊക്കെ പറയും. അലൂമിനിയം സീഡിയ, ലട്ടോ വടികൾ, രസിയും കയറ്, ഇസ്ക ഉപയോഗ കർണാസിക്കായ, ഇതൊക്കെ എങ്ങനെയാണ് അവിടെ ഉപയോഗിക്കേണ്ടതെന്ന് ഇവർ പഠിച്ചു. तीसरे दिन उन्हें हिमपात से कैंप तक सामान ढोकर चढ़ाई करने का अभ्यास करना था. മൂന്നാമത്തെ ദിവസം ഇവർക്ക് ഹിമപാത് സെ ക്യാമ്പ് തക്ക് സാമാൻ ഡോക്കർ, ഈ ഹിമപാത് ഉള്ള സ്ഥലത്ത് ആ ക്യാമ്പിലേക്ക് സാധനങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു പ്രാക്ടീസൊക്കെ ചെയ്തു. ലേഖിക ഓർ റീത്ത ഗോംപു സാത്ത് ഥെ. ലേഖികയും റീത്ത ഇവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ദോനോം കെ പാസ് വാക്കി ടോക്കി വയർലെസ് ആയിട്ടുള്ള അതൊക്കെ കയ്യിലുണ്ടായിരുന്നു. അന്യോന്യം സംഭാഷണങ്ങളൊക്കെ കൈമാറാൻ. വ്യാപനെ ഹർ ഖാരിക്ക് ജാൻകാരി, ഓരോ കാര്യങ്ങളും ബസ് ക്യാമ്പ് മേ കാണൽ ഗുല്ലർ കോദേ ദരഹത്തെ. ഇവർ അവിടെ നടക്കുന്ന ബസ് ക്യാമ്പിലുള്ള ഓരോ സംഗതികളും കേണൽ ഗുല്ലറിനെ അറിയിച്ചു കൊണ്ടിരുന്നു. 29 अप्रैल अंगदोर्जी, लोपोसांग और गगन बिस्सा സൗത്ത് കോൾ പहुंच गए. അപ്പോൾ 29 ഏപ്രിലിൽ അങ്കദോർജി, ലോപ്പോൻസാങ്, ഗഗൻ ബിസ്സ ഇവരെല്ലാം സൗത്ത് കോൾ എന്നുള്ള സ്ഥലത്തെത്തി. യഹ് 7,900 मीटर की ऊंचाई पर स्थित कैंप था. അത് 7,900 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു ക്യാമ്പായിരുന്നു അത്, സൗത്ത് കോൾ. लेखिका को याद आया कि बस कैंप पर तेनसिंग अपनी सुपुत्री डेकी के साथ वहाँ आए थे. ലേഖികക്ക് അപ്പോൾ ഓർമ്മ വന്നു, എന്താ വന്നത്, ബസ് ക്യാമ്പ് പർ, ആ ബസ് ക്യാമ്പിൽ തെൻസിങ് അപ്പനി സുപുത്രി ഡേക്കി കെ സാത്ത്, തെൻസിങ് തൻ്റെ പുത്രിയായ ഡേക്കി അവളുടെ കൂടെ അവിടെ എത്തിയിട്ടുണ്ടെന്ന്. ഉന്നോനെ ഉസ്കി പ്രശംസാമേ കഹാത്ത, അങ്ങനെ ലേഖികനെ ബച്ചേന്ദ്രിപാലിനെ പ്രശംസിച്ചിട്ട് പറഞ്ഞു. തുമ്മേക്ക് പക്കി പർവ്വതീയ ലടുക്കി ലക്തി ഹോ, നീ നല്ലൊരു
പർവ്വതാരോഹകയാണ് ആയ ഒരു പെൺകുട്ടിയാണ്. പർവ്വതത്തിൽ കയറാൻ ഉറച്ച പാകമായ ഒരു കുട്ടിയാണ്. തുമേ തോ ശിഖർ പർ പഹലേ ഹി പ്രയാസ് മേ പഹുഞ്ച് ജാനാ ചാഹിയേ. നീ ഈ കൊടുമുടിയിൽ ആദ്യത്തെ പ്രയത്നത്തിൽ തന്നെ എത്തണം എന്ന്, ഫസ്റ്റായി എത്താൻ വേണ്ടി ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞു. ക്യാമ്പ് പർ ഗ്ലേഷ്യർ കാട്ടൂട്ടിന. ഇനി ആ ക്യാമ്പിൽ ഈ പാളികളൊക്കെ പൊട്ടി വീഴുന്നതാണ്. 15th 16th मई को लेगिगा लौट से की सीधी ढलान पर लगाए अपने तंबू में सोई थी. ലോട്ട് സെ കി സീതി ഢലാൻ ഒക്കെ അവിടെ ഉള്ള ഒരു സ്ഥലങ്ങൾ. അപ്പനെ തമ്പു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടെൻറ്റ്, അവിടെ ഇങ്ങനെ ഉറങ്ങുമായിരുന്നു. അപ്പോഴാണ് ആ ക്യാമ്പിൽ ലോപ്പോസാങ്, തഷാരിങ് ആദി 10 അന്യ വ്യക്തി भी थे. ലോപ്പോസാങ്, തഷാരിങ് മുതലായ 10 വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും ആ ക്യാമ്പിൽ തമ്പു എന്നുള്ള അവിടെ ഉറങ്ങുകയായിരുന്നു. അച്ചാനക്ക് പെട്ടെന്ന് രാത്രി 12:30 ബജെ 12:30 ജോർ കാ ധമാക്കാ ഹുവ, ഭയങ്കര ഒരു ശബ്ദം. और बर्फ़ की एक चट्टान उनके शरीर को रगड़ती हुई निकलने लगी. മഞ്ഞിൻ്റെ വലിയൊരു കട്ട, അത് ചട്ടാൻ ഒരു പാറ കഷ്ണം ശരീരത്തിലൂടെ ഇങ്ങനെ ഒരഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയിന്ന് ഒരു ടെൻറ്റിൻ്റെ മുകളിൽ കൂടെ. അബ് വഹാം ഏക് വിശാല ഹിമപുഞ്ച് ബൻ ഗയാ ഥ. ആ ഭാഗത്ത് ഇവർ ടെൻറ്റ് നിന്ന ആ സ്ഥലത്ത് വലിയൊരു ഹിമക്കട്ട വന്ന് വീണു. ക്യാമ്പ് തഹസ് നഹസ് ഹോഗയ. ഈ ക്യാമ്പൊക്കെ എന്താ പറയുക, പൊട്ടിപ്പൊളിഞ്ഞു പോയി. ഹർ വ്യക്തി ചോട്ട് ഗ്രസ്ത് ഹുവ, മുറിവേറ്റു ഓരോ ആൾക്കാർക്കും. ലോപ്പോസാങ്കിനെ സ്വിസ് ചൂരി സെ തമ്പു കാ രാസ്ത സാഫ് കിയ. ലോപ്പോസാങ് എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡിൽ നിന്ന് കൊണ്ടുവന്ന ചൂരി, കത്തി എടുത്തിട്ട് തമ്പു കാ രാസ്ത, ആ ടെൻറ്റിലേക്കുള്ള ആ വഴി ഇങ്ങനെ ക്ലീനാക്കി. ഓരോ മഞ്ഞുകട്ടകളും ഇങ്ങനെ കൊത്തിയിട്ടൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട്. തഥാ ലേഖികോ ബർഫ് കി ഖബ്ർ സെ നിക്കലായ. അങ്ങനെ ലേഖികനെ ആ മഞ്ഞുകട്ടയിൽ നിന്നിട്ട് പുറത്തേക്ക് എടുത്തു. ഇത്തനി ഊഞ്ചായി പർ യ സുരക്ഷാകാര്യ സച്മുച്ച് സാഹസിക് ഥ. ഇത്രയും ഉയരത്തിൽ ഇങ്ങനെയൊരു സുരക്ഷ എടുക്കുക എന്നുള്ളത് ഭയങ്കര സത്യത്തിൽ ഒരു സാഹസികമായ ഒരു കാര്യമായിരുന്നു. സബി പുരുഷസ്യോങ്കോ ചോട്ട്, 9 ആൾക്കൊക്കെ മുറിവുകളൊക്കെ ഏറ്റു. തഥാ ഹഡ്ഡി ടൂട്ടിനേക്ക് കാരൻ ബസ് ക്യാമ്പ് മേ ബേജിന പട. എല്ലുകളൊക്കെ പൊട്ടിയ കാരണം ആ ക്യാമ്പിലേക്ക് തന്നെ പോയി. കേണൽ ഗുല്ലറിനെ ബച്ചേന്ദ്രി സെ പൂച്ച. അപ്പോൾ കേണൽ ഗുല്ലർ ബച്ചേന്ദ്രി പാലിനോട് ചോദിച്ചു, ക്യാ വ ബി വാപ്പസ് ആന ചാഹെങ്കി, മടങ്ങിപ്പോവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ബച്ചേന്ദ്രീനെ ഉത്തർ ദിയ. അപ്പോൾ ബച്ചേന്ദ്രി പറഞ്ഞു, ഇല്ല, നഹി. ബച്ചേന്ദ്രി ദ്വാര സാത്തിയോം കി സഹായത. അങ്ങനെ ബച്ചേന്ദ്രി പാൽ മറ്റുള്ളവരെയൊക്കെ സഹായിക്കുന്നതാണ്. സൗത്ത് കോൾ ക്യാമ്പ് പഹുഞ്ചക്കാർ ബച്ചേന്ദ്രീനെ ചായ് ബനായി. സൗത്ത് കോൾ എന്നുള്ള ആ ക്യാമ്പിലെത്തിയിട്ട് ഇവർ ബച്ചേന്ദ്രീനെ ചായ് ബനായി, ചായയൊക്കെ ഉണ്ടാക്കി. അപ്പനെ സാത്തിയോ, ഇവരുടെ കൂടെയുള്ള ഫ്രണ്ട്സാണ്. കി ഒരാൾ, ജയ് ഔർ മീനു കി തലാഷ് മേ ബാഹർ നിക്കലി. ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കി, ജയ്, മീനു ഇവരെ അന്വേഷിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി, ചായയൊക്കെ ഉണ്ടാക്കിയിട്ട്. തമ്പൂക്കെ ബാഹർ ബർഫീലി ഹവാത്തി. ഈ തമ്പു എന്നുള്ള ആ ടെൻറ്റിൻ്റെ അവിടെ എടുത്ത് ഭയങ്കര മഞ്ഞ് കാറ്റുകളിങ്ങനെ മഞ്ഞിൻ്റെ ഭയങ്കര തണുത്ത കാറ്റുണ്ട്. കുച്ചിഹി ദൂരെ പർ മീനു മിലി. കുറച്ച് ദൂരെ എത്തപ്പം മീനു എന്ന് പറഞ്ഞ ആളെ കണ്ടുമുട്ടി. ഫിർ ജയമില. പിന്നെ ജയ എന്നുള്ള അന്വേഷിച്ച ആൾക്കാരെയൊക്കെ കണ്ട്. ഉസ്നെ ചായ പി. അവർ ചായയൊക്കെ കുടിച്ചു. തബ് ലേഖിക കീ കോ ഡൂണ്ടത്തെ ആകെ ബടി. കീ എന്നുള്ള ആളെ കണ്ടില്ല. അവരെന്നിട്ട് അവരെ തെരഞ്ഞ് മുന്നോട്ട് പോയി. കീ ഉസേ ദേഖ് കർ ഹക്കാ ബക്കാ രഹുകയ. അപ്പം കീ പെട്ടെന്ന് ബച്ചേന്ദ്രീനെ കണ്ടപ്പം ഹക്കാ ബക്ക അതിശയപ്പെട്ടു പോയി. വ കൃതജ്ഞ ഹുവ. ഉസ്നെ ജ്യൂസ് പിയ. നന്ദിയോട് ആ ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചു. और ബച്ചേന്ദ്രി കാ സാമാൻ ലേക്കർ സാത്ത് ചൽ ദിയ. ബച്ചേന്ദ്രിയുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് ഇവർ നടന്നു. अब वे സൗത്ത് കോൾ പഹുഞ്ച് ഗയെ. ഇവർ സൗത്ത് കോളിലെത്തി. യ പൃഥ്വി പർ ബഹുത് അധിക് കഠോർ ജഗഹ് നാം സെ പ്രസിദ്ധ ഹെ. ഇത് ഭൂമിയിൽ നിന്ന് പൃഥ്വി പർ ബഹുത് അധിക് കഠോർ ജഗ, ഭയങ്കര പ്രയാസമുള്ള ബുദ്ധിമുട്ട് നിറഞ്ഞൊരു സ്ഥലമാണ്. ആ പേരിലാണ് അറിയപ്പെടുന്നത്.
സൗത്ത് കോൾ. അത്രയും ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ളൊരു സ്ഥലമാണത്. അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.